ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ബാക്ക് ടു റൊട്ടീനായിരിക്കുകയാണ്. സമയം 5:30 മണി കഴിഞ്ഞു. കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചൊക്കെ സെറ്റായി റെഡിയായി നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പൂജ ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ റൊട്ടീനൊക്കെ പോയി കിടക്കായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന ടൈമൊക്കെ ലേറ്റായിരുന്നു. മൊത്തത്തിലൊരു വെക്കേഷൻ മൂഡായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി വീണ്ടും നമ്മൾ നമ്മുടെ ബാക്ക് ടു സ്കൂൾ റുട്ടീനിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ പ്രയറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ആ ഒരു ദിവസം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റിലേക്ക് എഴുതി വെക്കുകയാണ്. പിന്നെ അടുത്ത ദിവസങ്ങളിൽ വീഡിയോയുടെ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി പ്ലാൻ ചെയ്യണം ആദ്യം തൊട്ട്. അങ്ങനെ അതൊക്കെ എഴുതിയിരുന്ന് എല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് പറഞ്ഞ പോലെ കാലത്ത് എഴുന്നേറ്റ് കുറച്ച് നേരമെങ്കിലും ഒന്ന് ഇരിക്കണം കേട്ടോ. എനിക്ക് കുറച്ചും കൂടി അധികം സമയം ഇരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അടുക്കളയിൽ പണിയുള്ളതുകൊണ്ട് ഞാൻ വേഗം എഴുന്നേറ്റ് പോന്നു. അപ്പോൾ ഈ ഇഡ്ഡലിക്ക് ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ വെള്ളയപ്പത്തിന് മാവ് അരച്ച് വെക്കുക, ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെച്ചിട്ട് വന്നു കഴിയുമ്പോൾ അതിങ്ങനെ നല്ലതായിട്ട് ഫ്ലഫി ആയിട്ടൊക്കെ ഇരിക്കണമാണ് ഒരു സന്തോഷമാണ്. ചില സമയത്ത് ഇത് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ ആകെ ഒരു രാവിലത്തെ റുട്ടീനെ അങ്ങോട്ട് ഒരു ഇഷ്ടമില്ലാത്ത മാതിരിയാവും. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരുമ്പോൾ അത് കറക്റ്റായിട്ടുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ റെഡിയാക്കാം. മക്കൾക്ക് ടിഫിന് കൊണ്ടുപോകേണ്ട കറി എന്താ വെച്ചാൽ അതാണ് ഈ സമയത്ത് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതൊരു സ്പെഷ്യൽ ടൈപ്പിൽ മുഗളായി ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കറി ഞാൻ 2-3 തവണ ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കറിയുമാണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞത് പൊറോട്ട ചപ്പാത്തിക്കൊക്കെയാണ് മെയിൻ കോമ്പിനേഷൻ. പക്ഷേ ചോറിൻ്റെ കൂടെയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിനായിട്ട് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും 1 നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് പിഴിഞ്ഞെടുത്തത്. ഇത് ഏകദേശം ഒരു 1.5 കിലോളം ചിക്കൻ വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉപ്പും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ തൈരും കൂടി ചേർക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഇതും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ചിക്കൻ തലേ ദിവസം നന്നാക്കി വെച്ചിട്ട് അതിൽ ഇത്തിരി ഉപ്പും മുളക് ഇട്ടിട്ട് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ വെക്കുക. പക്ഷേ അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചത്. ഇത് സവാള ഞാൻ നേരത്തെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. 4 വലിയ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അത് നമ്മൾ ഓയിലിൽ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫുള്ളും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതാണ് ഇതിലാകെ കുറച്ച് ടൈം എടുക്കണ ഒരു കാര്യം. പക്ഷേ ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു മസാല തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ് ഈ കറി ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഫ്രൈ ചെയ്തെല്ലാം എടുത്ത് മാറ്റി വെക്കുന്നത്. ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ആകെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി അത് മാത്രമാണ് ആവശ്യമുള്ളൂ. വേറെ തക്കാളി കാര്യങ്ങളൊന്നും നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നില്ല. സവാള ഫുള്ളായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഈ ഒരു ഓയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കറിയും തയ്യാറാക്കാം. ഇനി ഞാൻ വേറൊരു വലിയ പാത്രത്തിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന്. അതിലേക്ക് ഞാൻ കുറച്ച് മുഴുവൻ മസാലകൾ, അതായത് ഒരു 8 ഏലക്കായ, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 കറുവപ്പട്ട, 1 തക്കോലം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ പീസസ് എല്ലാം അതിലിട്ട് കൊടുക്കുക. മാരിനേറ്റ് ചെയ്തത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കുക. അത് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ആ മുഴുവൻ മസാലയുടെ സ്മെല്ലും കാര്യങ്ങളും ഫ്ലേവറൊക്കെ അതിലോട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. അത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഒരു നേരത്തെ നമ്മൾ വറുത്തെടുത്ത സവാള ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മളൊരു ഗ്രേവി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിനായിട്ട് മിക്സിയിലോട്ട് ഞാൻ ഒരു 6 ബദാം, പിന്നെ ഒരു 10 കാഷ്യൂനട്ട് അത് നമുക്ക് ഒന്ന് പൊടിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുതിർത്ത് വെച്ചിട്ടും ചേർക്കാം. ഈ കാഷ്യൂനട്ടും ബദാമും നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ഇനി വല്ലാതെ കട്ടിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് അരച്ചെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ച ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടുണ്ടായിരുന്ന ചിക്കൻ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയ ശേഷം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല ഇത് ചേർത്ത് ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാശ്മീരി ചില്ലി ആകുമ്പോൾ കളറും കിട്ടും, എരിവ് കുറവായിരിക്കും. ഇത് നന്നായി ഇളക്കി ഒടിച്ചത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് ഒന്നും കൂടി ഇത് വേവിച്ചെടുക്കുക. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ഗ്ലാസ് വെള്ളവും ചിലപ്പോൾ പോരാതെ വരും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. നമ്മൾ കാഷ്യൂനട്ടും ബദാമൊക്കെ ചേർത്തുകൊണ്ട് കറിക്ക് നല്ല തിക്നെസ് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ മിക്സിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ കുറച്ചും കൂടി നമ്മൾ നേരിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാരണം കറി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് വരുമ്പോൾ നല്ല തിക്നെസ് ആവും ചൂടാറുമ്പോഴേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
ഇനി ഞാനൊരു 5 മിനിറ്റ് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം നമുക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം തൈരും കൂടി ചേർത്തുകൊണ്ട് ലേശം പുളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് വേവാനായിട്ട് ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കറി വെക്കുന്നതിൻ്റെ ഇടയിൽ ഇത് വേവുന്നൊക്കെ നേരം കൊണ്ട് ചെറിയ ചെറിയ പണികൾ സൈഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പാത്രങ്ങൾ കഴുകി വെക്കൽ, പിന്നെ ഈ ഒരു ബാസ്ക്കറ്റിൽ വൈകുന്നേരം പാത്രങ്ങൾ കഴുകി വെച്ചത് മുഴുവൻ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി വെക്കുകയാണ്. കാരണം ഇത് മുഴുവൻ മാറ്റിയാലാണ് ഇപ്പോൾ നമ്മൾ കറി വെക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകലും പണികളൊക്കെ വരുന്നത്. ശരിക്കും കുക്കിംഗ് നല്ല രസമുള്ള പരിപാടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്ലീനിങ്, പാത്രം കഴുകൽ, ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും തോന്നാറുള്ളത്. അപ്പോൾ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ സമയം പറയുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം, 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാലും ബാക്കിയുള്ള പണി ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കാട്ടും കൂടുതൽ സമയം വേണം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ദേ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കാണ്. ഇല എന്ന് പറയാൻ പറ്റില്ല, തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച്, അതാണ് ചേർത്ത് കേട്ടോ ബാക്കി. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല അടിപൊളി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്, നല്ല ടേസ്റ്റാണ്. ശരിക്കും ചപ്പാത്തി പൊറോട്ടയ്ക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാച്ച്. പക്ഷേ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ സാധാരണ സ്കൂളിലേക്ക് അങ്ങനെ നോൺ വെജ് കൊണ്ടുപോകാറില്ല. പിന്നെ ഈ ഒരു കറി ആയതുകൊണ്ട് മാത്രം ടിഫിന് ഞാൻ ചിക്കൻ കറിയും ചോറും കൂടിയിട്ടാണ് വെക്കുന്നത്. പിന്നെ ആ ഒരു കറി ഉണ്ടെങ്കിൽ അവർക്ക് വേറെ കറികൾ അതിൻ്റെ സൈഡിൽ ഉപ്പേരി അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഒരു കറിയാണ് മക്കൾക്ക് താല്പര്യം, 2 കറി വേണമെന്നൊന്നുമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനതും കൂടി സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും കൂടിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ സാമ്പാർ ഞാൻ തലേദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലേക്ക് ആ സാമ്പാറാണ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് എൻ്റെ പണികൾ വേഗം കഴിയും. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ കറി കുറച്ച് സമയം എടുത്തിട്ടുള്ളത് ചെയ്തത്. കാരണം ആ സവാള വറുക്കലും അങ്ങനത്തെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി സമയം എക്സ്ട്രാ വേണം, പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കി കഴിയില്ല. വെള്ളിക്കുള്ള വെള്ളം ഇഡ്ഡലി ചെമ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം തന്നെ അതിൽ ഫുള്ളായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഡ്ഡലി നമുക്ക് എടുക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇഡ്ഡലി പാത്രം എൻ്റെ കയ്യിലുള്ളത് 20 ഇഡ്ഡലി ഒറ്റ സെറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല എളുപ്പമാണ്, പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ നമ്മൾ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാത്രങ്ങൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ ആദ്യം ഞങ്ങളുടെ വീട്ടിൽ ചെറുതായിരുന്നു, പിന്നീട് ഞാൻ മാറ്റിയിട്ടാണ് ഇതാക്കിയത്. അതുകൊണ്ട് തന്നെ പണി പെട്ടെന്ന് കഴിയും, ഗ്യാസ് ലാഭമാണ്. കാരണം നമുക്ക് ഒരു 2 ട്രിപ്പൊക്കെ വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരുപാട് തവണ അങ്ങനെ വെക്കണ്ടേ. അതുകൊണ്ട് പണി എളുപ്പമാക്കാൻ വേണ്ടി ഇഡ്ഡലി പാത്രം വലുത് മേടിച്ച് വെക്കുക. അല്ലെങ്കിൽ 2 ദോശ തട്ട് ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി കഴിയും. 2 വെള്ളയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് നമ്മുടെ പണികൾ കഴിയും. അപ്പം അങ്ങനെ ഇഡ്ഡലിയും കൂടി സെറ്റാക്കി വെച്ച് നമുക്ക് അത് കഴിഞ്ഞാൽ പണികളൊക്കെ കഴിഞ്ഞു. ഞാനിവിടെ ഒരു ടൈമർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി വെന്ത് വരും. അതുപോലെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം പൊടിയും വെള്ളമൊക്കെ വേണമെന്നുള്ളതൊക്കെ ഞാനവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആര് വന്നാലും ആർക്ക് വേണമെങ്കിലും കുക്ക് ചെയ്യാം. അപ്പം ഞാനതിങ്ങനെ എഴുതി വെക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും വേണ്ട ഒരു അളവ് അതെൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും വരിക അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ എഴുതി വെച്ചാൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വായിച്ചെടുത്ത് വേഗം അത് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് വീട്ടിലെല്ലാവർക്കും ഏകദേശം മനസ്സിലാവണ പോലെ കേട്ടോ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ ഭയങ്കര സൂപ്പർ ഭംഗിയിലൊന്നും ആയിരിക്കില്ല. പക്ഷേ ഞാൻ ഒരാളോടൊരു കാര്യം പറഞ്ഞാൽ അത് ഇവിടെ പോയി ഇത് എടുത്തോളാൻ പറഞ്ഞാൽ അവർക്കത് എല്ലാവർക്കും അറിയാം ഇവിടെ ഇരിക്കുന്നതെന്ന്. കാരണം അങ്ങനെ നമ്മൾ ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ തന്നെ ചെന്നാലാണ് ആ ഐറ്റംസൊക്കെ എടുക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഏതൊരു കാര്യം വേണമെങ്കിലും നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കും, അതെവിടെയാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടെല്ലാം ഒരുവിധം കാണുന്ന പോലെ വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ഐറ്റംസ് ആണെന്നൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് അതിലെടുക്കാൻ പറ്റും. എന്നാൽ പോലും കാണുന്ന സാധനമായി പോലും പലരും നമ്മളെ വിളിക്കും കേട്ടോ. കാരണം അമ്മമാർ വന്നത് കണ്ടുപിടിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം എളുപ്പപ്പണിയാണല്ലോ, അവർക്കത് കണ്ടുപിടിക്കണ്ടല്ലോ എന്നുള്ളതിലല്ലേ. അങ്ങനെ എന്തായാലും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ ബാക്കി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മക്കൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഞാനും അവരൊപ്പത്തിന് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ പണികളൊക്കെ പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ ഇട്ടിട്ട് പോന്നു. അങ്ങനെ അത് കഴിഞ്ഞ് മക്കൾ 2 പേരും ക്ലാസ്സിലോട്ടൊക്കെ പോയി. ഞാൻ അകത്തോട്ട് വന്നിട്ട് സാധാരണ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കുക. അത് കഴിഞ്ഞാൽ കിച്ചണിൽ പോയിട്ട് എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ 4 ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സാണ്. ട്രോളി ബോക്സാണ്. അതായത് ഇതിൻ്റെ താഴെ വീൽസ് ഉണ്ട്, നീക്കാനും പിടിക്കാനൊക്കെ ഈസിയാണ്. കുട്ടികളുടെ ടോയ്സ്, ബുക്സ് അല്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല കട്ടിലിൻ്റെ അടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ എത്ര വെയിറ്റുള്ള ഐറ്റംസ് അതിൽ നീക്കി എടുക്കാനൊക്കെ എളുപ്പമാണ്. കുട്ടികൾക്ക് അതിൽ നീക്കാം. പിന്നെ പൊടിയൊന്നും പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. നല്ല ബോക്സാണ്. ടോട്ടലി 7 അളവുകളിലാണ് ഈ ബോക്സ് വരുന്നതെങ്കിലും നമുക്ക് ഓൺലൈനിൽ ഇതിലും 25 ലിറ്ററിൻ്റെ ബോക്സ് വരെ കിട്ടുന്നുള്ളൂ. പിന്നെ 35 ലിറ്ററിൻ്റെ ഇതിനെക്കാട്ടും വലിയ ബോക്സൊക്കെ വരുന്നുണ്ട്. ഓൺലൈനിൽ മേടിക്കാൻ ഈ അളവ് മാത്രമേ കിട്ടുന്നത്.
അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 1700 രൂപയാണ് 4 എണ്ണത്തിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. സിംഗിളായിട്ട് മേടിക്കുകയാണെങ്കിൽ ഒരു 500 രൂപയൊക്കെ വരുന്നുണ്ട് ഒരു ബോക്സിന്. നമ്മൾ എണ്ണം കൂടുതൽ മേടിക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ പ്രൈസിൽ കുറച്ച് കുറവ് വരുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഇനി ഞാൻ എൻ്റെ അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്ലീനിങ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള തുണികൾ തലേദിവസം നമ്മൾ ബാസ്ക്കറ്റിലാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കാനൊക്കെ ഇട്ട ശേഷം വേഗം ഒന്ന് വീട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ആകെ ഒരു 15 മിനിറ്റ് എടുക്കുള്ളൂ. അടിച്ചു വാരൽ മാത്രമേ ഒന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാ റൂമും ഒന്ന് വേഗം അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് ഓർഗനൈസിങ് പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രഷായി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന ശേഷമാണ് ഞാൻ അതൊക്കെ ചെയ്യണത്. കാരണം എന്ന് വെച്ചാൽ പണികളെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുമ്പോൾ ഒരു സമാധാനമാണ്. അല്ലെങ്കിൽ പണിയും തീർന്നിട്ടില്ല, അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് പോയി ഇരുന്ന് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, പിന്നെ സ്ട്രെസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറി പരിപാടി ആദ്യം കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുക്കിംഗ് വേഗം തീർത്ത് വയ്ക്കുക. അപ്പം നമുക്ക് ബാക്കിയുള്ള പണികൾക്ക് അത് പറയില്ല, അതത്ര നിർബന്ധമുള്ള പണികളല്ല. ചെയ്താൽ ചെയ്തു, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല, കുഴപ്പമില്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുക്കിംഗ് ആദ്യം നമ്മൾ പരമാവധി തീർക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ വീട് ഫുള്ളായിട്ടും ഞാൻ അടിച്ചെടുക്കൽ മാത്രമേ ചെയ്യണുള്ളൂ. ഞാൻ പറയാറില്ല, ഞാൻ ഡെയിലി അടിച്ച് തുടയ്ക്കാറില്ല. ഒന്നരാടം വെച്ചിട്ട് അങ്ങനെ എൻ്റെ ടൈമിംഗ് അനുസരിച്ച്. ഇപ്പോൾ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുക എഡിറ്റിംഗ് ഒക്കെ കൂടുതൽ ചെയ്യുന്ന ദിവസമാണെങ്കിൽ ഞാൻ വേഗം ക്ലീനിങ് പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് അതിന് വേണ്ടിയിട്ട് ഇരിക്കും. അപ്പോൾ മക്കളുടെ റൂമിലൊക്കെ കുറച്ച് അറേഞ്ച്മെൻറ്റൊക്കെ ഒന്ന് തിരിച്ച് അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അധികം മാറ്റൽ കുറവാണ്. കാരണം ചില പൊസിഷനിൽ നമ്മൾ റൂം ഇട്ട് കഴിയുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാതിരിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോൾ പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മാറ്റൽ കുറവാണ്. ആദ്യമൊക്കെ കുറേ രീതിയിൽ മേക്ക് ഓവറൊക്കെ ചെയ്യാറുണ്ട്, നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, മേക്ക് ഓവർ ചെയ്യലൊക്കെ കുറവായി, അതിന് ടൈമും കുറവായി സത്യം പറഞ്ഞാൽ. പിന്നെ ചില നേരത്ത് തോന്നും എന്താ അതിൻ്റെ ആവശ്യം എന്ന് തോന്നും. കാരണം ഇപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ കുറേ മാച്ചിങ് ആയിട്ട് കളറിലൊക്കെ വെക്കണില്ല അർത്ഥം എന്നുള്ള പോലെ എനിക്ക് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യൽ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മുടെ പ്രായത്തിൻ്റെ ആവും, ആ സമയത്ത് നമുക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു, കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് വേഗം പണികൾ തീർക്കൽ എന്നാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. തുണികൾ വാഷ് ചെയ്തൊക്കെ കൊണ്ടിട്ടു, ഫ്രഷായി വന്ന് സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഞാനവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓർഗനൈസിങ് പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്കൊന്ന് പുറത്തോട്ട് പോകണത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് വേഗം പോയിട്ട് ഞങ്ങൾ വരും. അത് കഴിഞ്ഞിട്ട് ആ പണികളൊക്കെ ചെയ്യാൻ പോവാണ്. അങ്ങനെ സമയം ഏകദേശം 11:45 ഞാൻ ഫോണൊക്കെ നോക്കി കുറച്ച് നേരം പുറത്തേക്ക് ഒരു കാര്യത്തിനൊക്കെ പോയി തിരിച്ച് വന്നപ്പോഴേക്കും കുറച്ച് സമയം എത്ര എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഒരു 15 മിനിറ്റ് എടുത്തിട്ട് ഈ ഒരു ഷെൽഫ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഞാൻ അല്ലെങ്കിൽ ഇതിലെല്ലാം മടക്കിയിട്ട് തന്നെ വെച്ചിരുന്നത്. പക്ഷെ അതാകെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ എത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അത് അലങ്കോലമാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒതുക്കണം. അപ്പോൾ നമ്മൾ മാസത്തിലോ ഒരിക്കലോ 2 മാസം കൂടുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങനെ വലിച്ചു വാരി വരുന്നതനുസരിച്ച് നമ്മളത് ഒതുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഷെൽഫിലാണ് ടവലുകൾ, ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, കുഷൻ കവേഴ്സ് ഇതൊക്കെ വെക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ കുഷൻ കവേഴ്സ് ഇങ്ങനെ അത് മടക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ്സ് പോളി കോട്ടൻ്റെയും ഉണ്ട്, കോട്ടൺ മെറ്റീരിയലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ചൂടായി തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ താഴോട്ട് ഇറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പോളി കോട്ടൻ്റെ ബെഡ്ഷീറ്റൊക്കെ മുകളിൽ വെച്ചു. അപ്പോൾ സ്ഥിരം എടുക്കുന്ന ഐറ്റംസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഒതുക്കൽ എത്ര ഒതുക്കിയാലും കുറേ കഴിയുമ്പോൾ പിന്നെയും ഒതുക്കണം. അതങ്ങനെയാണ്. ചിലവർ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ചോദിക്കും ഒതുക്കി തീരണില്ലേന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീഅറേഞ്ച് ആവശ്യം അനുസരിച്ച് ചെയ്യാറുണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോൾ അലങ്കോലാകുമ്പോൾ പിന്നെയും അറേഞ്ച് ചെയ്തിട്ടൊക്കെ വരും. പിന്നെ ഞാൻ മാത്രമല്ല, വേറെ ആരെങ്കിലുമൊക്കെ വന്ന് എടുത്ത് കഴിയുമ്പോൾ അവർ ഞാൻ വെക്കുന്ന പോലെ കറക്റ്റായിട്ട് വെക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് അലങ്കോലാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് വീണ്ടും അറേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ സമയം ഒരു 1 മണിക്കൂറും കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 1 മണിയാകുമ്പോഴേക്കും ലഞ്ച് കഴിക്കുന്ന നേരം കൊണ്ട് കുറച്ച് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ വീട്ടിൽ കുറേ തിരക്കുകൾ വരുമ്പോൾ വീഡിയോയുടെ പണി ഇങ്ങനെ പെൻഡിങ് ആയി പോകും. പിന്നെ വീഡിയോയുടെ എണ്ണത്തിലും പല സമയത്ത് അതാണ് കുറവ് വരുന്നത്. കാരണം വീട്ടിൽ നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കുറേ പേരുണ്ടാകുമ്പോൾ, അതിലൊരു 6 പേര് 7 പേരൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളും കൂടി വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ ബിസി ആയി പോകും. അപ്പോൾ നമ്മുടെ ചില കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റി വയ്ക്കേണ്ടിക്ക് വരും. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഡിലേ ആയി പോകണേട്ടാ. അങ്ങനെ സമയം 1 മണിയായപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ചോറും ചിക്കൻ കറിയും മാത്രമേ ഉള്ളൂ. അതുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ എടുത്ത് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. കുറച്ച് നേരം TV കാണും. ഒരു അരമണിക്കൂർ ഭക്ഷണം കഴിച്ച് കഴിയുന്ന സമയം വരെ. ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിനിമയാണ് കുറച്ചും കൂടി നേരം ഇരിക്കുക. അതിൽ കൂടുതലിരിക്കില്ല, ഒരു 1.5 1.25 മാക്സിമം. അത് കഴിഞ്ഞ് പിന്നെ എന്നെ എഴുന്നേക്കും. കാരണം
എനിക്ക് ആ വീഡിയോയുടെ ബാക്കി പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ദിവസമാണെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് അധികം നേരം അതിനൊക്കെയായിട്ട് ഇരിക്കും. മക്കൾ വരുന്ന നേരം കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറേ ചെയ്ത് തീർക്കും. അവർ ക്ലാസ് വിട്ട് വന്നാൽ പിന്നെ ഇതിനിരുന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെയും എല്ലാം കൂടി ഇങ്ങനെ വരുമ്പോൾ ചില നേരത്ത് ഇത് കംപ്ലീറ്റ് ആവില്ല വീഡിയോ. അപ്പോൾ ചിലപ്പോൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും അതിൻ്റെ പണികളൊക്കെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് ടൈം ഏകദേശം മാനേജ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ റുട്ടീനും കമൻസിൽ പറയാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.